അങ്കമാലി എം.എൽ.എ. റോജി എം. ജോൺ തന്നെയാണ് ഇത്തവണയും അങ്കമാലിയിലെ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം കൂടെയുണ്ട്. ഇനി ഏതായാലും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്. UDFന് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു ഉറച്ച കോട്ടയാണ് അങ്കമാലി. വളരെ നല്ല സംഘടനാ സംവിധാനവും പ്രവർത്തകരും ഒക്കെ ഉള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ UDFൻ്റെ പ്രവർത്തകരെല്ലാവരും മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും മുക്കിലും മൂലയിലുമൊക്കെ വളരെ ആവേശത്തോടു കൂടി നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച വിജയം മണ്ഡലത്തിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണല്ലോ അങ്ങ് MLA ആയിട്ട് വീണ്ടും മത്സരിക്കുന്നത്. എന്താണ് ഇനിയും അങ്കമാലിക്ക് കുറവായിട്ടുള്ളത്, ഒരു വികസനത്തിൽ ഇനിയും നേടേണ്ടതായിട്ടുള്ളത്? 10 വർഷക്കാലം LDFൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ ഭരണം നടത്തി. അപ്പോൾ പല കാര്യങ്ങളും അവർ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ അങ്കമാലി ബൈപ്പാസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അങ്കമാലി ബൈപ്പാസിനോടൊപ്പം ഏതാണ്ട് 15ഓളം ബൈപ്പാസുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഒന്നുപോലും യാഥാർത്ഥ്യമാക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. കിഫ്ബി പദ്ധതിയാണ്. കിഫ്ബി പദ്ധതിയൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കണം. UDF എല്ലാ കാലത്തും വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിൽക്കുമ്പോൾ എറണാകുളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ ഈ വ്യവസായ നഗരിയുടെ മുഖച്ഛായ മാറ്റിയ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയത് UDFൻ്റെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ ആയാലും വിമാനത്താവളമായാലും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലായാലും നമ്മുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള എറണാകുളത്തിൻ്റെ കൊച്ചിയുടെ മുഖച്ഛായ മാറിയ പദ്ധതികളെല്ലാം UDF കാലഘട്ടത്തിൽ വന്നതാണ്. LDFൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു പദ്ധതിയും ഈ എറണാകുളത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ UDF വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുന്നണിയാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അങ്കമാലിയിൽ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അങ്കമാലിക്കും നമ്മുടെ ജില്ലയ്ക്കുമൊക്കെ കുറേയേറെ മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. ഈ അങ്കമാലിയെ സംബന്ധിച്ച് ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നൊരു കാര്യമാണ് കാലടിയിലും അങ്കമാലിയിലും ഗതാഗതക്കുരുക്ക്. ഇനിയെങ്കിലും അത് പരിഹരിക്കാൻ എന്തായിരിക്കും ഒരു പദ്ധതി? കാലടി സമാന്തര പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. 1-2 മാസത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ചതാണ്. 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അന്ന് അനുവദിക്കപ്പെട്ട തുകയാണ്. പക്ഷേ അന്നത്തെ ജനപ്രതിനിധികളായിരുന്ന ആളുകളൊന്നും അത് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു താല്പര്യം എടുത്തില്ല. അതേ തുക വിനിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാലടി പാലം നിർമ്മാണം അതിൻ്റെ ഏതാണ്ടൊരു 80% പൂർത്തീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഏതാനും നാളുകൾക്കുള്ളത് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്കമാലി ബൈപ്പാസിനെ സംബന്ധിച്ച് ഇതാണ്. കിഫ്ബി പദ്ധതികളുടെ എല്ലാം ഉണ്ടായിട്ട് ഇപ്പോൾ കിഫ്ബി ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 1 ലക്ഷം കോടിയുടെ പദ്ധതി കിഫ്ബി പ്രഖ്യാപിച്ചെങ്കിലും നടന്നത് ഏതാണ്ട് 30,000-32,000 കോടിയുടെ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 32,000 കേൾക്കുമ്പോൾ വലിയ സംഖ്യയായിട്ട് തോന്നും. പക്ഷേ 10 വർഷം കൊണ്ട് 32,000 എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു വർഷത്തിൽ 3,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ഒരു വർഷം 3,000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇത്ര വലിയ കാര്യമാണോ? ഒന്നുമല്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവസാനത്തെ വർഷം 20,000 കോടിയായിരുന്നു അന്നത്തെ പ്ലാൻ ഫണ്ട് ഒരു വർഷത്തെ 2015-16. അപ്പോൾ ഇത് കുറേ പ്രഖ്യാപനങ്ങളും കുറേ പരസ്യങ്ങളും കുറേ PR ഒക്കെയായി എന്താണ്ടൊക്കെ നടത്തുന്നു എന്നുള്ളൊരു തോന്നലും, എന്നാൽ ഓൺ ഗ്രൗണ്ട് സീറോയാണ്. ഈ മുൻ MLA ജോസ് തെറ്റയിൽ അദ്ദേഹത്തിനോട് നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു വികസനം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു വികസനം ഉണ്ടായിരുന്നതെന്നുള്ളത്. അതെ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നതാണ് കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിലൊരു വികസനം ഉണ്ടായിട്ടില്ല. അങ്കമാലി അതെ, അവരുടെ സർക്കാരല്ലേ. ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ ഒരു വികസനവും നടന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ വികസനം നടത്തിയിട്ടില്ല. എന്ത് വികസനം നടത്തിയത്? അപ്പോൾ അത് LDFൻ്റെ ആളുകളും അങ്ങനെ തന്നെ പറയുന്നു എന്നുള്ളത് വളരെ അംഗീകരിക്കേണ്ട കാര്യമാണ്. അങ്കമാലിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയാണ് അദ്ദേഹം പരോക്ഷമായിട്ട് പരാമർശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെയധികം നന്ദി. വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്നാം തവണയും അദ്ദേഹം അങ്കമാലിയിൽ ജനപ്രതിനിധിയായി എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.